ഹലോ, ഇന്ന് ഡിസംബർ 28 ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ 12 തന്നെ ഞങ്ങൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനും പൃഥുവും കെൻസും കൂടി അങ്ങനെ കേക്ക് ചെറിയ രീതിയിൽ പങ്കിട്ടു. കെൻസുവിന് സ്വീറ്റൊന്നും ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു പൊടിക്ക് പാല് വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഡാൻസൊക്കെ ചെയ്തു 3 പേരും കൂടി. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ചു തൊഴുത് അമ്പലത്തിൽ പോകാൻ റെഡിയാവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ പൃഥു എനിക്ക് സിന്ദൂരമൊക്കെ തൊട്ട് തന്നു. എന്നിട്ട് ഞങ്ങൾ റെഡിയാവാണ് കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൃഥു റെഡിയാവാൻ വേണ്ടി വന്നു. ഞങ്ങൾ 2 പേരും കൂടി കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ചില കോമഡി സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും ഈ സാരി ഉടുക്കൽ ഭയങ്കര പണിയാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴേ സാരി ഉടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടൊക്കെ ഉടുത്തു. ഞാനങ്ങനെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ സാരി അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കാരണം എനിക്കത്ര ഉടുക്കാൻ അറിയില്ല, അത്ര കംഫർട്ടും അല്ല. അതുകൊണ്ട് ഞാൻ സാധാ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോവാറ്. അപ്പം പൃഥുവിന് എനിക്ക് വല്ലപ്പോഴും ഉടുക്കുന്നത് കൊണ്ടായിരിക്കാം പൃഥുവിന് സാരിയിൽ എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴിയിൽ കണ്ടില്ലേ, ഇവിടുത്തെ അമ്പലങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ ചെറിയ കടകളുണ്ടാവും കേട്ടോ, പൂക്കളും ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ഫേമസ് അമ്പലം, കാളിമാതയുടെ അമ്പലമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ശരിക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ല സൺഡേ കുറച്ച് ഫെസ്റ്റിവൽ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ആടുകളെ ബലി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെയൊക്കെ. അപ്പം ആടുകളായിട്ട് കോഴികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വന്ന് അവിടെ തന്നെ ബലി കൊടുത്ത് അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നല്ല തിരക്കായത് കൊണ്ട് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് ദർശനം നടത്തിയത്. അപ്പോൾ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് വന്നപ്പോൾ നല്ലൊരു ചെറിയൊരു ഗാർഡനിങ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ കിഴങ്ങ് പുഴുങ്ങി പിന്നെ മുട്ടയും പുഴുങ്ങി. ഇന്ന് ലൈറ്റായിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല ഡസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ മൂടിക്കെട്ടി പോയത്. ഇവിടുത്തെ ഒരു ഫേമസ് കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ഞങ്ങൾ പൊറോട്ടയും മലബാർ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ വെള്ളയപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ ഈ റെസ്റ്റോറൻറ്റിലൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ പൾപ്പി ജ്യൂസ്. ഓക്കെ, അതൊക്കെ കുടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ചെറിയൊരു എൻഡിങ്ങിൽ ചെറിയൊരു ഐസ്ക്രീമൊക്കെ പരസ്പരം വായിൽ വെച്ച് കൊടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ കാത്തത് ഞങ്ങളുടെ കെൻസക്കുട്ടൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളിപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് പുറത്ത് പോയാലും അവന് തിരിച്ച് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം രാത്രിയിൽ ചെറിയ ബാൽക്കണി ഡെക്കറേറ്റൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളെന്താ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.